Hi students, welcome back to our class. Today we are discussing a small topic that is market equilibrium. നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു മാർക്കറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ഉണ്ടാവും, ക്വാണ്ടിറ്റി സപ്ലൈഡും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും തുല്യമായി വരുന്ന ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഒക്കേഴ്സ് when the prevailing price equates quantity demanded to quantity supplied. എപ്പോഴാണ് ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്? ഒരു നിശ്ചിത വില, ഒരു വസ്തുവിൻ്റെ വില, ആ വില വരുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും, ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും തുല്യമായിരിക്കും. അത്തരത്തിലൊരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ബ്രിങ് ഡിമാൻഡ് ടു ദ മാർക്കറ്റ് ഫോർ ബൈയിങ് ഗുഡ്സ് ടു സാറ്റിസ്ഫൈ ദിയർ വൺസ്. കൺസ്യൂമേഴ്സ് എന്താ ചെയ്യുക, അവരാണ് ഡിമാൻഡ് കൊണ്ടുവരുന്നത്, മാർക്കറ്റിലേക്ക് ഡിമാൻഡ് കൊണ്ടുവരുന്നത് എന്തിന്, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുവാൻ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. പ്രൊഡ്യൂസേഴ്സ് ഓർ സെല്ലേഴ്സ് ബ്രിങ് സപ്ലൈ ഓഫ് ദിയർ ഗുഡ്സ് ടു ദ മാർക്കറ്റ് ടു സെൽ ദം ആൻഡ് ഏൺ പ്രോഫിറ്റ്. പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് സപ്ലൈ കൊണ്ടുവരുന്നു, ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും. എന്തിന്, അത് സപ്ലൈ ചെയ്തുകൊണ്ട് വിറ്റുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് നേടാൻ. Market equilibrium is reached when market demand for and supply of a good are equal, and as a result equilibrium prices and equilibrium quantities are determined. എപ്പോഴാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന സാഹചര്യം ഉണ്ടാകുന്നത്? വെൻ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ആൻഡ് മാർക്കറ്റ് സപ്ലൈ ഫോർ ഗുഡ്സ്, അതായത് ഒരു വസ്തുവിൻ്റെ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈ എന്താണ്, ഈക്വൽ ആണ്. ആസ് എ റിസൾട്ട് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റീസ് ആർ ഡിറ്റർമൈൻഡ്. അത്തരത്തിൽ എന്താണ്, ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പ്രൈസ് എത്രയാണ്, ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ക്വാണ്ടിറ്റി എത്രയാണ് എന്നൊക്കെ അപ്പോൾ ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ടേബിൾ ഒന്ന് നോക്കുക. ഈ ടേബിൾ എന്തൊക്കെയാണ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി സപ്ലൈഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ്, സർപ്ലസ് ആണോ ഷോർട്ടേജ് ആണോ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രഷർ ഓൺ പ്രൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു വസ്തുവിൻ്റെ വില 5 രൂപയാകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈഡ് 140 ക്വാണ്ടിറ്റി ഡിമാൻഡ് 20. അപ്പോൾ എന്താണ് ഇവിടെ, സർപ്ലസ് ആണോ ഷോർട്ടേജ് ആണോ ഉള്ളത്? ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എക്സസ് സപ്ലൈ ആണ് ഉള്ളത്, അഥവാ 120 വസ്തുക്കൾ എക്സ്ട്രാ ഇവിടെ സപ്ലൈ ചെയ്തിട്ടാണ്. ആകെ 20 വസ്തുക്കളുടെ ഡിമാൻഡ് മാത്രമേ മാർക്കറ്റിലുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ട് വില കുറക്കാൻ സപ്ലയേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ബാധ്യസ്ഥരാകും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്തു, 5 രൂപയിൽ നിന്ന് 4 രൂപയാക്കി വില കുറച്ചു. ഓക്കെ, ഇപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 140 നിന്ന് 100 കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് 20 നിന്ന് 40 വർദ്ധിച്ചു. ഇപ്പോഴും എന്താണ് അവിടെ വ്യത്യാസം, എത്രയുണ്ട്, 60 വ്യത്യാസമുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ട്, അതായത് ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുതലാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറവാണ്. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും, വീണ്ടും പ്രൊഡ്യൂസേഴ്സ് വില കുറക്കും, 4 രൂപയിൽ നിന്ന് 3 രൂപയാക്കി കുറക്കും. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത്, ക്വാണ്ടിറ്റി സപ്ലൈഡ് 60 കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് 60 വർദ്ധിച്ചു. ഇവിടെ സർപ്ലസുമില്ല, ഷോർട്ടേജുമില്ല. ഇവിടെ എത്രയാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 0. ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനേക്കാൾ വില കുറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ കുറക്കാനാണ് നോക്കുക. അവർ സപ്ലൈ 60 നിന്ന് 40 കുറക്കും. വില കുറഞ്ഞതുകൊണ്ട് ഡിമാൻഡ് 80 വർദ്ധിക്കും. ഇപ്പോൾ വ്യത്യാസം എത്രയാണ്, 40. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക, പ്രൈസ് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മൂവ്മെൻറ്റ് മുകളിൽ നിന്ന് അടിയിലേക്കും, ഇനി അടിയിലാണെങ്കിൽ അടിയിൽ നിന്ന് മുകളിലേക്കും പോയി എന്താണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ, ക്വാണ്ടിറ്റി സപ്ലൈഡും ക്വാണ്ടിറ്റി ഡിമാൻഡും തുല്യമാവുന്ന ആ ഒരു സിറ്റുവേഷൻ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ മുകളിലെ സെൻറ്റൻസ് ഒന്ന് നോക്കുക. ദസ് PX, അതായത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ഈക്വൽ ടു ₹3 ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. അതാണ് എന്ത്, ഇക്വിലിബ്രിയം പ്രൈസ്. ആൻഡ് QXS, എന്താണ് QXS, ക്വാണ്ടിറ്റി ഓഫ് എക്സ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് എക്സ്, അവിടെ വൈ മാറ്റണം കേട്ടോ, മിസ്റ്റേക്കാണ്. ക്വാണ്ടിറ്റി ഓഫ് എക്സ് ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു 60
ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ക്യാൻ ഓൾസോ ബി ഷോൺ ഗ്രാഫിക്കലി ബൈ ബ്രിങ്ങിങ് ടുഗദർ ദ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ ഓൺ ദ സെയിം ഗ്രാഫ്. ഇവിടെ എന്താണ് പ്രൈസ് P1 എന്ന പ്രൈസിൻ്റെ പോയിന്റിലാണ് എന്ത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്നത്. നേരെ മറിച്ച് P2 എന്ന പൊസിഷനിലാണെങ്കിൽ അഥവാ പ്രൈസ് കുറഞ്ഞ ഒരു പൊസിഷനിലാണെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതലും ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറവുമായിരിക്കും അല്ലേ. നമ്മൾ നോക്കുക P2 എന്ന പ്രൈസിലാണെങ്കിൽ വില കുറവാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ വില കുറവാണെങ്കിൽ എന്താണ് ഡിമാൻഡ് എത്രയായിരിക്കും Q2 ക്വാണ്ടിറ്റി ആയിരിക്കും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവുക. Q2 അളവ് ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ സപ്ലൈ എത്ര ഉണ്ടാവുള്ളൂ Q1 ക്വാണ്ടിറ്റി മാത്രമേ സപ്ലൈ ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും അതിനെയാണ് നമ്മൾ എന്ത് പറയുക എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്ന് കാണുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും അതിൻ്റെ വില വർദ്ധിപ്പിക്കും. അങ്ങനെ വില വർദ്ധിച്ച് വില എന്ത് ചെയ്യും ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. അതായത് എന്താണ് പ്രൈസ് P1ഉം ക്വാണ്ടിറ്റി എത്രയാ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും രണ്ടും തുല്യമായിട്ട് Q3 എന്ന പൊസിഷനിലെത്തും. നേരെ മറിച്ച് പ്രൊഡ്യൂസേഴ്സ് വീണ്ടും വില വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ എന്താണ് സംഭവിക്കുക. എക്സാമ്പിൾ പ്രൈസ് P3 ആയി. പ്രൈസ് P3 ആണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയാണ് Q2, ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1. അതായത് അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ഉണ്ടാകുന്നത് എക്സസ് സപ്ലൈ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും വില കുറച്ച് കൊണ്ടുവരും. അങ്ങനെ അതെന്ത് ചെയ്യും വീണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തും. ഓക്കെ, ത്രൂ ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇവൻച്വലി ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആർ ഡിറ്റർമൈൻഡ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് ആർ ഈക്വൽ. ഇത്തരത്തിൽ പ്രൈസിലും ക്വാണ്ടിറ്റിയിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒരു മാർക്കറ്റ് എന്ത് ചെയ്യും ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. ഓക്കെ, ഈ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.